ഹലോ, സേ ചിയേഴ്സ്. ഇന്ന് ഞാൻ വെജ് ഹക്ക നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോണത്. അത് നമ്മളൊരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് ആ തിളച്ച വെള്ളത്തിൽ നമ്മൾ ഈ നൂഡിൽസ്, നമുക്ക് റെഡിമെയ്ഡ് പാക്കറ്റ് കിട്ടും നൂഡിൽസിൻ്റെ, ഹക്ക നൂഡിൽസിൻ്റെ, ആ നൂഡിൽസ് ഇതിലിട്ടിട്ട് ഒരു 4-5 മിനിറ്റ് നമ്മൾ തിളപ്പിക്കുക. അതിൽ കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ അത് പിന്നെ വെന്ത് കുഴഞ്ഞു പോയാൽ നന്നായിരിക്കില്ല. ഒരു 75% മാത്രമേ അത് കുക്കാകാൻ പാടുള്ളൂ. എന്നിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിലൊരു 3-4 ടീസ്പൂൺ എണ്ണ, ഏതെണ്ണയിലും ഒഴിക്കുക. എണ്ണ ഒഴിക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് ഈ നൂഡിൽസ് തമ്മിൽ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കാതെ കിട്ടും, കുറച്ചുകൂടെ വൃത്തിയിൽ കിട്ടും. അതിനാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത്. ഇടയ്ക്ക് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. ഈ നൂഡിൽസ് കുക്ക് ചെയ്യുന്ന മുമ്പായിട്ട് നമ്മൾ ആദ്യം പച്ചക്കറി മുറിച്ച് വെച്ച് എന്നിട്ട് വേണം നൂഡിൽസ് കുക്ക് ചെയ്യാൻ വെക്കാൻ. ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഒരു 3/4 വേവ് ആകുമ്പോൾ നമ്മളതിനെ വെള്ളം വാർത്ത് കളയുക. ബിരിയാണിക്കൊക്കെ നമ്മൾ വേവിക്കില്ല അരി, എന്ന പോലെ തന്നെയാണ് ഇതൊരു 3/4 വേവ് ആകുമ്പോൾ നമ്മൾ വെള്ളം വാർത്ത് കളയണം. അത് വാർത്താലും ആ ചൂട്ടിലിടുന്നത് ഒന്നും കൂടെ വേവും, അപ്പോൾ പിന്നെ കറക്റ്റായിട്ട് പാകമായിരിക്കും അത്. ഇപ്പോൾ ഇത് വെന്തു, അപ്പോൾ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഒന്നുമില്ലെങ്കിൽ അരി വാർക്കും പോലെ വാർക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഓട്ടമുള്ള പാത്രത്തിൽ ഇങ്ങനെ വാർത്ത് വെക്കുക. എന്നിട്ട് അതിൽ 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കുക. എന്ന് വെച്ചാൽ ആ നൂഡിൽസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നത്. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് അതിനെ നന്നായി ചൂടാക്കുക. നന്നായി ചൂടാകുമ്പോൾ വേണം നമ്മളതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ എണ്ണയും നന്നായി ചൂടായ ശേഷം നമ്മൾ പച്ചക്കറികൾ ഇട്ട് കൊടുക്കും. എപ്പോഴും ചൈനീസ് കുസിന് നല്ല ചൂടായിരിക്കണം പാന്. എന്നിട്ട് നമ്മൾ പച്ചക്കറികൾ മുറിച്ച് വെച്ചത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും. ആദ്യം നമ്മൾ ഈ സ്പ്രിങ് ഓണിയൻ്റെ താഴത്തുള്ള ആ ഓണിയൻ ഇല്ലേ, ആ ഭാഗമാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, അത് ഇടും. അതിനെ ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ ചെറുതായിട്ട്. ഒരു 10 സെക്കൻഡ് മതി, ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് ഓരോ പച്ചക്കറിയായിട്ട് ഇടണം. അടുത്ത് നമ്മൾ ക്യാരറ്റ് നീളത്തിൽ ചെറുതായിട്ട് തിന്നായിട്ടും നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പച്ചക്കറികളൊക്കെ ഒരുപാട് അങ്ങോട്ട് വതങ്ങിയാലില്ല, അത് വതന്നായിട്ട് അതിന് ഒരു സ്വാദ് കിട്ടുക, ചൈനീസിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് അത് പകുതി വേവേ പാടുള്ളൂ. നമ്മൾ ഈ ഇത് ഉണ്ടാക്കാൻ എടുക്കുന്ന പാന് കുറച്ച് വായ്വട്ടമുള്ള പാൻ തന്നെ എടുക്കണം, അപ്പോൾ ഇളക്കാൻ സൗകര്യം ഉണ്ടാകും. പിന്നെ നമ്മളിനി ക്യാപ്സിക്കം കുറച്ച് ഇതുപോലെ നീളത്തിൽ തിന്നായി മുറിച്ചത് അതിനെയും ആഡ് ചെയ്യണം. എന്നിട്ട് അതിനെയും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ ക്യാബേജാണ് എടുക്കണത്. ക്യാബേജ് നമ്മൾ കനമില്ലാതെ നീളത്തിൽ മുറിച്ച്, ഞാൻ ക്യാബേജ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അതും ഒന്ന് നമ്മൾ വഴറ്റി കൊടുക്കുക. ചൈനീസ് ക്വിസിന് എപ്പോഴും കുറച്ച് എണ്ണ കൂടുതൽ ആവശ്യമുണ്ടാകും, അപ്പോഴേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഉള്ളിയാണ്, നമ്മുടെ വലിയ ഉള്ളി ഇല്ലേ, അതൊരു പകുതി ഉള്ളി എടുത്താൽ മതി. ഒരുപാട് ഉള്ളി ഇടണ്ട, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. ഇതും അതുപോലെ ഒന്ന് വഴറ്റുക നമ്മൾ. എന്നിട്ട് എല്ലാ പച്ചക്കറികളും പകുതി വേവാവണവരെ ഇങ്ങനെ വഴറ്റി അതിനെ കുക്ക് ചെയ്യുക. ഇത് അടച്ച് വെച്ച് നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ല, അതുപോലെ തീ കുറച്ചിട്ടും നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യണം. അതുകൊണ്ട് എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചക്കറി പകുതി വേവായ ശേഷം വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ. നേരത്തെ ഉപ്പിട്ട് കൊടുത്താണെങ്കിൽ ആ പച്ചക്കറിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് അത് ആവശ്യത്തിൽ കൂടുതൽ വെന്ത് പോകും. പച്ചക്കറി എപ്പോഴും കുറച്ച് ക്രഞ്ചി ആയിരിക്കും. ഇനി നമ്മൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഇട്ട് കൊടുക്കണം. ഗ്രീൻ ചില്ലി സോസ് ഇങ്ങനെ മേടിക്കാൻ കിട്ടും ബോട്ടിലിൽ, അതിട്ട് കൊടുക്കണം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നമ്മൾ സോയാ സോസ്, ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ, ലൈറ്റ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. അങ്ങനെ 2 വെറൈറ്റി കിട്ടും നമുക്ക് കടയിൽ. ഇനി നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കണം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമല്ല, ഒരുപാട് പ്രഷർ കൊടുക്കാതെ വേണം മിക്സ് ചെയ്യാൻ. ഇപ്പം നമ്മൾ ആ ഉള്ളി തണ്ട് മുറിച്ച് വെച്ചത് ഇടണം ഇതിൽ. സ്പ്രിങ് ഓണിയൻ്റെ ആ പച്ച കളർ ഭാഗം ഉണ്ടാകുമല്ലോ, അത് മുറിച്ച് വെച്ചതിന് നമ്മളിതിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. തീ നമ്മൾ കണ്ടിന്യൂസ് ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഇതിനെ നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാനേ പറ്റില്ല. ചൈനീസ് കുസിൻ എപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് എപ്പോഴും ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം നമ്മൾ. ലാസ്റ്റ് നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം വേണം അത് ഓഫ് ചെയ്യാൻ. അതുപോലെ എണ്ണയും കുറച്ച് കൂടുതൽ ഒഴിക്കണം, അപ്പോൾ അടിപ്പിടിക്കാതിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക അങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. താങ്ക് യു, ബൈ ബൈ.